ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു ഇന്നത്തെ ദിവസം നമുക്കൊരു ഫുൾ ബിസി ഡേ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്ലീനിങ്. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് എന്നുള്ള രീതിയിൽ കിച്ചണൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തലേദിവസത്തെ കുറച്ച് പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തീരുമാനമാക്കാം, എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും ആക്കാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ബിരിയാണി പ്രിപ്പയർ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റ് ആക്കാമെന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. പിന്നെ നമ്മുടെ പൊറോട്ടയും ഒന്ന് തീരുമാനമാക്കി കിട്ടും. പിന്നെ നമുക്ക് പണിയും സിമ്പിളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് ഞാൻ കിച്ചണൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. കുറേ ദിവസമായിട്ടുണ്ട് കിച്ചണൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. ഇങ്ങനെ ഷെൽഫുകളുടെ ഉള്ളിലും പിന്നെ അതുപോലെ ഗ്യാസിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗത്ത് അങ്ങനെയൊന്നും ക്ലീൻ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫുഡ് പരിപാടിയൊക്കെ ഒന്ന് രാവിലെ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഭക്ഷണമൊക്കെ വേഗം റെഡിയാക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷെൽഫുകളിലെ പാത്രങ്ങളൊക്കെ പുറത്തെടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതൊക്കെ തിരിച്ച് വെക്കലും പിന്നെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കൽ, കണ്ടെയ്നേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കൽ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൺ പരിപാടിയൊക്കെ ഒന്ന് തീർക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്ന് ഷിംക്കാക്ക് ഓഫുമാണ്. അപ്പോൾ മക്കൾ കുറേ സമയം ഷിംക്കാടെ കൂടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കൊത്തു പൊറാട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇന്ന് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഫ്രോസൺ ചിക്കനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടെ ഒന്ന് ഇടുന്നുണ്ട്. കുറേ പേർക്കൊന്നും ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുന്നുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തണുപ്പൊക്കെ ഒന്ന് കളയുക. പിന്നെ ഇങ്ങനെ 2 പീസാക്കി മുറിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് തണുപ്പ് പോയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കൈയിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഫാറ്റ് ഉണ്ടാവും. അത് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് സ്കിന്ന് പോരാൻ കുറച്ച് പാടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ കഴുത്ത് ഭാഗം നമ്മൾ ഇതിലൂടെ ഒന്നിങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഭാഗം അങ്ങ് പോരും. പിന്നെ അത് 2 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ പീസുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. വലിയ പീസ് വേണ്ടവർക്ക് വലുതാക്കിയിട്ട് ചെറിയ പീസ് വേണ്ടവർക്ക് ആ രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കത്തി നല്ല മൂർച്ചയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഭാഗത്തും ഇതുപോലെ തന്നെ സെയിം മറ്റേ പീസും ചെയ്യുകയാണ്. അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഊരിക്കളയാണ്. പിന്നെ അതിൻ്റെ അടിഭാഗം നമുക്ക് സിസേഴ്സ് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഫസ്റ്റ് അടിഭാഗം സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതൊന്ന് പീസാക്കി മാറ്റി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഫാറ്റ് ഉള്ളതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അത് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്ക് ഇലുമോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. ഇഷിൽ എഴുന്നേറ്റിട്ടില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയാണ്. പിന്നെ സ്കൂളിലെ ദിവസങ്ങളിലൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 ആകുമ്പോഴത്തേന് ബസ് വരുന്നതല്ല. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ നമ്മളും കരുതുന്ന ഈ ദിവസമല്ലേ എടുക്കാൻ പറ്റുള്ളൂ കരുതിയിട്ട് പിന്നെ അങ്ങനെ നിർബന്ധിച്ച് അങ്ങ് വിളിക്കാറുമില്ല. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് പരിപാടിക്കൊക്കെ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ കബോർഡ്സിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് പിന്നെ ബിരിയാണി റെഡിയാക്കി ബാക്കി ക്ലീനിങ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ക്ലീൻ ചെയ്തതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടുക. പിന്നെ ഇതാണ് ആദ്യം ചെയ്യുന്നൊരു പരിപാടി. രാവിലെ എഴുന്നേറ്റാൽ ഫുഡ് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞാൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇടും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നല്ല വെയിലുള്ള ടൈമല്ലേ, അപ്പോൾ വാഷ് ചെയ്ത് പുറത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു ട്രിപ്പ് അങ്ങനെ വാഷ് ചെയ്യാനൊക്കെ ഇട്ട് ഇനി ഇതാ ഷെൽഫുകൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ്. ഇത് നമ്മളെ സിങ്കിൻ്റെ അടിഭാഗം ഇല്ലേ, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ പാത്രമൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി.
അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് എല്ലായിടത്തും നല്ലോണം ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അവിടെ ഓൾറെഡി ഒന്ന് കളറൊക്കെ മാറി കിടക്കുകയാണ്. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ഓരോരോ കബോർഡ്സായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്യാസിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇങ്ങനെ 3 മേശകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മേശയിൽ ഞാനിങ്ങനെ സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പരിപ്പ്, കടല, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഈ മേശയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിലെ മേശയിൽ കുറച്ച് നമ്മുടെ സ്പൂൺസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ കുറച്ച് നമ്മൾ ഓവറായിട്ട് വരുന്ന പരിപ്പ്, കടല അങ്ങനത്തെ ഒക്കെ പാക്കറ്റിൽ തന്നെ വെക്കില്ല, അതിങ്ങനെ റാപ്പ് ചെയ്തിട്ട് അതിൽ അങ്ങനെ 3 ഷെൽഫിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കരുതി. ഇനി മേശയുടെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മേശ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഊരിയെടുത്തിട്ട് സിങ്കിൽ കൊണ്ടുപോയിട്ട് നല്ലോണം കഴുകിയെടുക്കാൻ കരുതി. അങ്ങനെ അതൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റിൽ നമ്മൾ സ്പൂൺസൊക്കെ വെച്ചിരിക്കുകയാണ്. അതൊന്നാകെ മിക്സായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കബോർഡ്സിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി കിച്ചണിൻ്റെ നിലവും കൗണ്ടർ ടോപ്പും ഗ്യാസും സിങ്കും ഒക്കെ നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്നാൽ കുക്കിംഗ് ഒന്ന് കഴിക്കാൻ കരുതി. അങ്ങനെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയാക്കുകയാണ്. കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ നമുക്കൊന്നും കൂടെ ഈസി അല്ലേ. പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ എഴുതിയിട്ട് ബിരിയാണി ഒന്ന് ദമ്മിട്ട് വെക്കാൻ കരുതി. അപ്പോൾ മസാല റെഡിയായി, ചോറൊക്കെ തിളപ്പിച്ചൂറ്റിയിട്ടിട്ട് ഒന്ന് ദമ്മിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴും കുറേ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എപ്പോഴാണ് ഭക്ഷണം എല്ലാവർക്കും മക്കൾക്കൊക്കെ എപ്പോഴാണ് വേണ്ടത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി റെഡിയാക്കി വെച്ചാൽ പിന്നെ പണിയുടെ ഇടയിൽ ബുദ്ധിമുട്ടില്ലല്ലോ എഴുതിയിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം പിന്നെ ഉൾഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി. ഹാളും ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ഒന്ന് തുടച്ചെടുക്കാൻ കരുതി. പിന്നെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടത് കൊണ്ട് കുറച്ചും കൂടെ സമയം പിടിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് സോഫയൊന്നും നീക്കുന്നൊന്നുമില്ല, കാർപ്പറ്റോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കാണുന്ന ഭാഗത്ത് അങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വാഷ് ചെയ്യാനിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതും കൂടെ ഒന്ന് ചിക്കിയിട്ട് കൊടുക്കാൻ കരുതി. പുറത്തൊക്കെ നല്ല വെയിലും ഉണ്ട്. എന്നാൽ അപ്പോൾ ഡ്രസ്സൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കരുതി. ഇവിടെ പിന്നെ നാട്ടിലെ പോലെ നമുക്ക് മഴയുടെ പ്രശ്നമോ ഡ്രസ്സ് ഉണങ്ങാത്ത പ്രശ്നമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും വാഷ് ചെയ്തിട്ടാലും പുറത്ത് നല്ല ചൂടായതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. ആ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല നമുക്ക്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ഒക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ആദ്യം ഈ പിന്നെ ഗ്യാസിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതി. ഇവിടെ ഈ സിലിണ്ടർ ശരിക്കും വാളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ എപ്പോഴും അതുമ്പോൾ പോയി കളിക്കും. അപ്പോൾ നല്ല വെയിറ്റുമാണ്. അപ്പോൾ എനിക്കൊരു പേടി. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കാൻ പാടുണ്ടോ ഒന്നും അറിയില്ല. എന്നാലും മക്കളുടെ മേലിൽ വീഴുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവരിത് വാളിൽ പോയിട്ട് അതുമ്പോൾ അങ്ങനെ തൊട്ടിട്ടൊക്കെ എപ്പോഴും കളിക്കും. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഫ്രിഡ്ജിൻ്റെ ബാക്കൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ കറക്റ്റ് വെക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസി ആവുമല്ലോ എന്ന് കരുതിയിട്ട് ആ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മക്കളെ ക്ഷമിക്കാരുടെ അടുത്ത് നല്ല കളിയാണ്. അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആവുക. ഇനി ഇതാ കുക്കിംഗ് റേഞ്ചിൻ്റെ ബാക്ക് ഭാഗം കൂടെ സെയിം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചെടുക്കാൻ കരുതി. വാഷിംഗ് മെഷീൻ അങ്ങനെ എപ്പോഴും എടുക്കാറില്ല. കുക്കിംഗ് റേഞ്ചും ഫ്രിഡ്ജും ഞാൻ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. വാഷിംഗ് മെഷീൻ എനിക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, നല്ല വെയിറ്റാണ്. അപ്പോൾ അത് 2 മാസം 3 മാസം അങ്ങനെയൊക്കെ കൂടുമ്പോൾ മാത്രമേ പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ. അത് ക്ഷമിക്കൂ, ഞാനും ഒരുപാട് സമയം എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. നമ്മൾ ഒരുമിച്ച് അത് വലിച്ചെടുത്ത് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതെപ്പോഴും ചെയ്യാറില്ല. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെയും പിന്നെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഇടയിലുമാണ് കൂടുതൽ വേസ്റ്റ് വരാൻ ചാൻസ് കൂടുതൽ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തോട്ട് ചാടിയിട്ടും അങ്ങനെയൊക്കെ വരാനും ചാൻസ്. ഇനി കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുടച്ചെടുക്കാറില്ല. അപ്പോൾ എന്നാൽ ഇന്ന് സോപ്പ് പൊടിയൊക്കെ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് പിന്നെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. മറ്റേത് നമ്മൾ ജസ്റ്റ് സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടെ മേക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പോകുന്ന കരുതിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ഫ്ലോറിൽ നമുക്കിങ്ങനെ ഡ്രെയിനേജ് വെള്ളം പോകാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിലത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് നല്ലോണം ഉരച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വെള്ളം അങ്ങനെ കളയാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും. സ്ഥിരമായിട്ട് ചെയ്യാറില്ല. സ്ഥിരമായിട്ട് നമ്മൾ സാധാരണ ഉള്ളിലൊക്കെ തുടയ്ക്കുന്ന പോലെ ചെയ്യാറുള്ളൂ. ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നല്ലോണം ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഡീപ്പ് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്.
മോളും. അപ്പോൾ ഇതാ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ അവൾക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കിയ കൊത്തു പൊറാട്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു ബ്രെഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ബിരിയാണിയൊക്കെ നല്ലോണം കഴിച്ചു പറഞ്ഞാൽ അവൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. മോനും അപ്പുറത്ത് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവന് പിന്നെ എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാരി കൊടുക്കാമെന്ന് കരുതി. എന്നാലും നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കും. അപ്പോൾ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. അത് കഴിഞ്ഞാൽ കിച്ചണിലെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു. കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തപ്പോൾ നമുക്കേ ഒരു സന്തോഷമാണ്. കിച്ചണിൽ കയറുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതാ ഫുള്ള് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും കിച്ചണിലേക്ക് പോകാനും ഒക്കെ ഒരു സന്തോഷമാണ്. ആകെ വാരി വലിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കുക്കിങ്ങിനും എല്ലാത്തിനും മടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഷെമിക്ക് വിഷയിലൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെമിക്കാടെ ഒരു കസിന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഷെമിക്കാടെ ഉമ്മ കുറേ ബേക്കറി ഐറ്റംസും അച്ചാറും പിന്നെ അമ്മായി കുറച്ച് ബീഫും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ അതൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കലാണ്. നമ്മുടെ കുഴലപ്പം പിന്നെ അതുപോലെ മടക്ക് ചക്കപ്പൊരി അങ്ങനത്തെ കുറേ ഐറ്റം നാട്ടിലെ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. എന്തൊക്കെയാണുള്ളതെന്ന് കൊടുന്നപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കുകയാണ്. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന്. ഇത് ഉമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഈത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാറാണ്. ഷെമിക്കാടെ ഫേവറേറ്റ് ആണ്. ഉമ്മ ആരെങ്കിലും വരുമ്പോഴും പിന്നെ അതുപോലെ നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴും ഒക്കെ കൊണ്ടുവരുന്നൊരു ഐറ്റമാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഉമ്മയും ഉപ്പയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബിരിയാണീൻ്റെ കൂടെ അത് കഴിച്ചിട്ടുണ്ട്. ഇന്നത്തോടെ ഏകദേശം തീരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഉമ്മയുടെ അടുത്ത ട്രിപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ സ്നാക്സുകളൊന്നും ഉണ്ടാക്കിയില്ല. ബേക്കറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഒരു ഡ്രൈവിന് പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങി. എന്നാൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ജസ്റ്റ് കളിയൊക്കെ ആയല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇശലും ഇല്ലനും കുറച്ച് നേരം എന്താ പുറത്തൊക്കെ ഓടിക്കളിയാണ്. ഇങ്ങനെ പാർക്കിൽ പോയി കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെ കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ സങ്കടം തോന്നും. നാട്ടിലെ പോലെയൊന്നും അവർക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ പിന്നെ ഇങ്ങനെ പാർക്കിലൊക്കെ പോയി അങ്ങനെ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ പോവും. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ കടയുണ്ട്. ഇവിടെ കുറേ നാടൻ ഐറ്റംസൊക്കെ കിട്ടുന്ന കടയാണ്. കറിച്ചട്ടി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ കരുതി രാത്രി. ഇവിടെ നമ്മളെ സ്പെഷ്യൽ നാട്ടിൽ കിട്ടുന്ന പോലെ നാടൻ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയ അതേ ടേസ്റ്റിലുള്ള നാടൻ ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പോൾ രാത്രിത്തെ സ്പെഷ്യൽ ഇന്ന് പിന്നെ കിഴിപ്പൊറാട്ടയാണ്. കിഴിപ്പൊറാട്ട ഇവിടെ ഇങ്ങനെ ബീഫൊക്കെ വേവിച്ചിട്ട് പൊറാട്ട 3 ലെയറായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പൊറാട്ട വെച്ചിരിക്കുക, നല്ല ബീഫ് കുരുമുളകൊക്കെ ഇട്ട് വെച്ചത്, പിന്നെ അടുത്ത പൊറാട്ട, പിന്നെ അത് ലെയർ വെച്ചിട്ട് ഇങ്ങനെ കിഴിയിലിട്ടിട്ട് അവർ പിന്നെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഈ പൊറോട്ടയൊക്കെ ഇതിലിങ്ങനെ സോക്കായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം. അപ്പോൾ ഞാനിതാണ് ഓർഡർ ചെയ്തത്. ഷെമിക്ക കപ്പ ബിരിയാണി മതി എന്ന് പറഞ്ഞ് കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റാണ്. ഇത് ഷെമിക്കയുടെ കപ്പ ബിരിയാണി. ഇഷലിന് അതുപോലെ ഗീ റോസ്റ്റ് മതി പറഞ്ഞു. അവൾക്ക് ഇങ്ങനത്തെ നാടൻ അങ്ങനത്തെ സംഭവങ്ങളും സ്പൈസ് ആയിട്ടുള്ള ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഗീ റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. മോന് പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം അവന് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. പിന്നെ അവളുടെ ഗീ റോസ്റ്റിന് അവനും കഴിക്കൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ഗീ റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടാണ്. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അവരിങ്ങനെ ഇരിക്കാനുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ പുറത്തിരുന്ന് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ഒരു രസമായിരിക്കും. ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ചൂടായതുകൊണ്ട് ഇങ്ങനെ അധികം ആരും പുറത്തിരുന്ന് കഴിക്കില്ല, ഉള്ളിൽ തന്നെയാണ്. പക്ഷേ സീസണ് തണുപ്പാകുമ്പോൾ പുറത്തിരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. സമയമൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല വീഡിയോസുകളും വ്ളോഗുകളും എല്ലാമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.